സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഒരു വചനം വായിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 വാക്യം 54. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായം 54 വാക്യത്തിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു നൽകുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ചും നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു നൽകുന്ന തൻ്റെ രക്തത്തിൻ്റെ പ്രതീകമായ വീഞ്ഞിനെക്കുറിച്ചും ധ്യാനിക്കാം. ഇവിടെ നാം കാണുന്നത് യേശു തൻ്റെ ശരീരവും തൻ്റെ രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കും. തുടർന്ന് കർത്താവ് പറയുകയാണ്, അങ്ങനെ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അഥവാ ഒരു പുനരുത്ഥാനമുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ വേരൂന്നി നാം ജീവിതയാത്ര തുടരുമ്പോൾ നിത്യജീവനിലേക്കുള്ള പാതയായി അത് മാറുന്നു. ദൈവവിശ്വാസമില്ലാത്ത ജനസമൂഹത്തിന് സ്ഥായിയായ നിലനിൽപ്പില്ല. പ്രശ്നങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യേ ദൈവവിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് നിലനിൽക്കുവാൻ കഴിയില്ല. ജീവിതയാത്രയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനേകർ വീണുപോകുവാൻ കാരണം അവരുടെ അടിസ്ഥാനം, അഥവാ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആ ശാശ്വത പാറയാകുന്ന ദൈവത്തിൽ അല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തെ നാം അറിയുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവാശ്രയമുള്ളവരായി നാം മാറുമ്പോൾ, നാം ആ ക്രിസ്തു എന്ന പാറമേൽ ബലപ്പെടുന്നു. മറിച്ചാകുമ്പോൾ, അഥവാ ലൗകിക കാര്യങ്ങളിൽ നാം മുഴുകി ഈ ലോകസംബന്ധമായ ജീവിതം നയിക്കുമ്പോൾ, നാം ക്രിസ്തുവിൽ നിന്നും, അഥവാ ദൈവത്തിൽ നിന്നും, ദൈവവിശ്വാസത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും അകന്ന് ഫലത്തിൽ നിത്യജീവനിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന ജീവൻ്റെ അനുഭവം നാം ഓരോ ദിവസവും ദൈവാശ്രയത്തിലൂടെ പ്രാപിക്കേണ്ടതാണ്. ഇത് പ്രാർത്ഥനയിലൂടെയാണ് സാധ്യമാകുന്നത്. ഇത് ദൈവവുമായ ഒരു ദൈനംദിന ബന്ധമാണ്. ആ ദൈനംദിന ബന്ധത്തിലൂടെ നാം ശക്തിപ്പെടുകയാണ്. ദൈവവുമായി ഈ പ്രാർത്ഥനയുടെ ബന്ധമില്ലാത്ത ഒരു മനുഷ്യന് ആത്മീയമായി വളരുവാനായിട്ട് സാധ്യമല്ല. നാം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
അതിന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അത്യന്താപേക്ഷിതമാണ്. ഈ വചനം ദൈവത്തിൻ്റെ വചനം തന്നെ വെളിപ്പെടുത്തുന്നത് പോലെ ഇത് മായമില്ലാത്ത പാലാണ്. ആത്മീയമായി വളരുന്നതിന് ആവശ്യമായ എല്ലാ പോഷക ഗുണങ്ങളുമുള്ള മായമില്ലാത്ത പാൽ. ഇത് ഓരോ ദിവസവും പാനം ചെയ്യുന്നവൻ യേശുവിൻ്റെ തിരുശരീരവും യേശുവിൻ്റെ തിരുരക്തവും പാനം ചെയ്യുകയാണ്. അങ്ങനെ അവൻ പുഷ്ടി പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നു, സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു, നിത്യജീവനിലേക്ക് നടന്നെടുക്കുന്നു. ആമേൻ, ആമേൻ. ജീവന്റെ അപ്പമാണു നീ, നിത്യജീവന്റെ അപ്പമാണു നീ. അരികിലണയുമ്പോൾ അലിവയണയുമ്പോൾ മിഴികളിൽ മൊഴികളിൽ സ്നേഹസ്പർശനമായി അലിഞ്ഞു ചേരുന്നു, അഭയമരുളുന്നു. ജീവന്റെ അപ്പമാണു നീ, നിത്യജീവന്റെ അപ്പമാണു നീ. അരികിലണയുമ്പോൾ അലിവയണയുമ്പോൾ മിഴികളിൽ മൊഴികളിൽ സ്നേഹസ്പർശനമായി അലിഞ്ഞു ചേരുന്നു, അഭയമരുളുന്നു. കാലങ്ങളോളം കാത്തിടുന്ന രക്ഷകൻ പേടകമിന്നിവിടെ. ജീവന്റെ പൂജ്യമേ നിത്യവും എന്നിൽ കൂടെ വസിക്കണമേ. കാലങ്ങളോളം കാത്തിടുന്ന രക്ഷകൻ പേടകമിന്നിവിടെ. ജീവന്റെ പൂജ്യമേ നിത്യവും എന്നിൽ കൂടെ വസിക്കണമേ.